കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ BJPക്കെതിരെ മത്സരിക്കുന്ന കിഷോരിലാൽ അത്രയും ശക്തനാണോ? കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു അടിത്തറ എത്രത്തോളമാണ്? മോത്തി, അമേഠി, റായ്ബറേലി ഇത് രണ്ടും കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റുകളാണ് ഉത്തർപ്രദേശിലെ. അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്. 2004 മുതൽ 2019 വരെ രാഹുൽ ഗാന്ധി തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലം. അവിടെയാണ് 2019 രാഹുൽ ഗാന്ധി അട്ടിമറിച്ചുകൊണ്ട് വലിയൊരു ഭൂരിപക്ഷത്തിൽ, ഏകദേശം 55,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ സ്മൃതി ഇറാനി ജയിച്ചു വരുന്നത്. പക്ഷേ ഈ റായ്ബറേലിയുടെ കാര്യം നോക്കുകയാണെങ്കിലും അമേഠിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്നത്. അത് നേരത്തെ സോണിയാഗാന്ധിയുടെ കാലം തൊട്ടാണെങ്കിലും അതിന് മുൻപേ ആണെങ്കിലും രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് തന്നെ അദ്ദേഹം ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഓഫീസ് കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കി വരുന്നൊരു വ്യക്തിയാണ്. മാത്രമല്ല ഗാന്ധി കുടുംബത്തിനോട് വളരെയധികം അടുത്ത ഒരു ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഈ കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റായ്ബറയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്ന സമയത്ത് അമേഠിയിലേക്ക് കിഷോരിലാൽ ശർമ്മയെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ് മുന്നിൽ വെക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ നൽകുന്നത്. ഒന്ന്, ഈ BJPയുടെ ഒരു വാദം, ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ മത്സരിക്കാതെ രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു ദക്ഷിണേന്ത്യയിലേക്ക് എന്നുള്ളത് വാദം അമേഠിക്ക് പകരം റായ്ബറേലിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചുകൊണ്ട് അവിടെ ആ ഒരു വാദം പൊളിക്കുന്നു. മാത്രമല്ല നേരത്തെ സോണിയാഗാന്ധി റായ്ബറേലിൽ നിന്ന് മാറിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവർക്ക് അസുഖങ്ങളുണ്ട്, ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പ്രചാരണ വേളയിലടക്കം അവർക്ക് പങ്കെടുക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒന്ന്. മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലൊരു ഇടിവ് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഉണ്ടായ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അമേഠി നിയമസഭാ മണ്ഡലം BJPയോട് പരാജയപ്പെടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ വിജയം സുനിശ്ചിതമാണോ റായ്ബറേലിയിൽ എന്നൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ നിന്നും മത്സരിപ്പിച്ച് MP ആക്കിയ ശേഷം രാഹുൽ ഗാന്ധിയെ തന്നെ റായ്ബറേലിയിലേക്ക് വലിയ രീതിയിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കി രാഹുൽ ഗാന്ധിയെ തന്നെ റായ്ബറേലിയിലേക്ക് കൊണ്ടുവന്ന് ആ മണ്ഡലം വീണ്ടും സ്വന്തമാക്കുക, അവിടെയും കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായി തുടരുക എന്നുള്ളൊരു പ്ലാൻ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമേഠിയിലും അവിടെ ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിനും വളരെയധികം വിശ്വസ്തനായിട്ടുള്ള കിഷോരിലാൽ ശർമ്മയും മത്സരിപ്പിച്ചുകൊണ്ട് അവിടെയും മികച്ച രീതിയിലുള്ളൊരു മത്സരം കാഴ്ചവെക്കാനായിട്ട് എന്തായാലും കോൺഗ്രസിന് സാധിക്കും. മാത്രമല്ല കനൌജിൽ നേരത്തെ സമാജ്വാദി പാർട്ടി പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി അവിടെ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ആവശ്യപ്രകാരമാണ് സമാജ്വാദി പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് മത്സരിക്കാൻ എത്തുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം വലിയ രീതിയിലുള്ള മത്സരം ഉത്തർപ്രദേശിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ പലതവണ രാഹുൽ ഗാന്ധിയോട് ഉത്തരേന്ത്യയിൽ മത്സരിക്കണം, റായ്ബറേലിയിലോ അല്ലെങ്കിൽ അമേഠിയിലോ മത്സരിക്കണമെന്നുള്ള കാര്യങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ ഒരു ആവശ്യം കൂടി പരിഗണിച്ചാണ് റായ്ബറേലിയിൽ മത്സരിക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലേക്കില്ല, അല്ലെങ്കിൽ മത്സരിക്കാനില്ല, മറിച്ച് ഈ പ്രചാരണമായിട്ടുള്ള മറ്റ് പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിച്ച് അവിടെ വിജയം സുനിശ്ചിതമാക്കുക. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഗാന്ധി കുടുംബത്തിനും ഏറെ വിശ്വാസമുള്ള കിഷോരിലാൽ ശർമ്മയെ തന്നെ അമേഠിയിൽ മത്സരിപ്പിക്കുക. അവിടെയും മികച്ച ഒരു മത്സരം കാഴ്ചവെച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടെയും വിജയം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത്. നേരത്തെ ഈ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ഗാന്ധി കുടുംബത്തിന് അടക്കം മത്സരിക്കുന്നതിൽ ചെറിയൊരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു അതൃപ്തി അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ അയോധ്യ വിഷയം ഉൾപ്പെടെ വരുന്ന സമയത്ത് UPയിൽ വലിയ രീതിയിൽ BJP തരംഗം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒപ്പീനിയൻ പോളുകൾ അടക്കം വന്ന സമയത്ത് ഇന്ത്യ സഖ്യം അവിടെ വലിയ രീതിയിൽ ശക്തതയേറുന്നു. മാത്രമല്ല ആദ്യത്തെ ഘട്ട തെരഞ്ഞെടുപ്പും രണ്ടാമത്തെ ഘട്ട തെരഞ്ഞെടുപ്പും പരിഗണിച്ച് ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് അവിടെ ഇന്ത്യ സഖ്യത്തിനും പ്രത്യേകിച്ചും കോൺഗ്രസിനും വലിയ രീതിയിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും മികച്ച ഒരു സീറ്റ്, ഒരു 7-8 സീറ്റെങ്കിലും ചുരുങ്ങിയത് നേടാൻ സാധിക്കുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തി.